ഈ വർഷം പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ്കൻ വർഷമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മളത് ഒക്ടോബർ 2-ാം തീയതി നമ്മുടെ ദ്രൗപദിയിൽ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ നാമത്തിൽ സ്ഥാപിതമായിരിക്കുന്ന പൂന്തോപ്പ് ഇടവകയിൽ വെച്ച് നമ്മളത് ആഘോഷമായിട്ട് കൊണ്ടാടുന്നുണ്ട്. ഫ്രാൻസിസ്കൻ ആത്മീയതയുടെ മുഴുവൻ ഒരു അടിസ്ഥാനം ഉപേക്ഷയാണ്. ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഭവിച്ചിരിക്കുന്നു. ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക ദുഷ്കരമാണ്. ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടന്നു പോവുകയാണെന്ന് കർത്താവ് വളരെ കഠിനമായി ധനവാന്മാരെ കുറിച്ച് പറയുന്നു. ധനവാനെ കുറിച്ച് ഇത്രയും കുഴപ്പം പിടിച്ച കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും ധനമില്ലാതെ ഒന്നും നടക്കുകയില്ലെന്ന് നമുക്കറിയാം. പണമില്ലാതെ ഒന്നും നടക്കുകയില്ല. പഴയ നിയമത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹമായിരുന്നു ധനം, സമ്പത്ത്. ഇതെല്ലാം ദൈവാനുഗ്രഹത്തിന്റെ അടയാളമാണ്. നമ്മളെപ്പോഴും ഒരു ദരിദ്രരായ ഒരു വീട്ടുകാരുടെ കൂട്ടത്തിൽ നിന്ന് ആ വീട്ടിൽ നിന്ന് ഒരു മകൻ വിദേശത്തൊക്കെ പോയി നാട്ടിൽ തിരിച്ചു വന്ന് നല്ല വീടൊക്കെ വെച്ച് കഴിയുമ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്? ദൈവം അനുഗ്രഹിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ സാമ്പത്തിക സമൃദ്ധിയെ ദൈവാനുഗ്രഹമായിട്ട് തന്നെ നമ്മൾ എപ്പോഴും കരുതുന്നു. സമ്പന്നര് അതിൽ തന്നെ കുഴപ്പം പിടിച്ച ആൾക്കാരുമല്ല. പക്ഷേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാത്ത സമ്പന്നൻ ആരാണ്? പുതിയ നിയമത്തിലെ സമ്പന്നൻ ആരാണ്? അത് പങ്കുവയ്ക്കാത്തവനാണ്. ഉള്ളത് തനിക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരുവൻ. വചനത്തിൽ തന്നെ നമ്മൾ മറ്റൊരു ഉപമ കാണുന്നു. ഒരാൾക്ക് ധാരാളം വിളവുകൾ ലഭിച്ചു. വയലുകളെല്ലാം വിളഞ്ഞു കിടക്കുന്നു. അയാൾ കൃഷി ചെയ്തപ്പോൾ അയാൾക്ക് ധാരാളമായിട്ട് വിളവ് ലഭിച്ചു. അപ്പോൾ അയാൾ എന്താണ് ചെയ്തത്? അയാൾ തൻ്റെ ധാന്യപ്പുരകൾ പൊളിച്ചു പണിയാൻ ചിന്തിക്കുകയാണ്. എന്നിട്ട് ഈ കിട്ടിയ ധാന്യം മുഴുവൻ അവിടെ സംഭരിക്കുകയാണ്. എന്നിട്ട് അയാൾ തന്നോട് തന്നെ പറയും, മനസ്സേ നീ തിന്നുകൂടി ആനന്ദിക്കുക, കാരണം നിനക്കുള്ളതെല്ലാം ഇതാ സംഭരിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ അന്ന് രാത്രി ദൈവം അയാളോട് പറയുന്നു, നിന്റെ ആത്മാവിനെ ഞാൻ ഇന്ന് തിരിച്ചു വിളിക്കാൻ പോവാണ്. അപ്പോ പിന്നെ എന്താണ് ഈ സമ്പത്ത് കൊണ്ട് എന്തു ഫലം എന്ന് ചോദിക്കുന്നു. അവിടെ ഈ ധനവാന്റെ പ്രശ്നം അയാൾക്ക് ധാരാളം വിളവ് ലഭിച്ചു എന്നുള്ളതല്ല. അയാൾ അധ്വാനിച്ചതുകൊണ്ട് വിളവ് ലഭിച്ചു. പക്ഷെ നമുക്കറിയാം, ഒരു കൃഷിക്കാരന് വിതയ്ക്കാനേ സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ വിതച്ച് അത് മുളച്ചു കഴിയുമ്പോൾ ആ ചെടികളെ പരിപാലിക്കാനേ പറ്റത്തുള്ളൂ. ഫലം തരുന്നത് ദൈവം തന്നെയാണ്. അപ്പൊ ദൈവം അയാൾക്ക് ധാരാളമായി ഫലം കൊടുത്തപ്പോൾ അയാളെ കുറിച്ച് മാത്രമേ ചിന്തിച്ചുള്ളൂ. അതാണ് പ്രശ്നം. ധാന്യമെല്ലാം കൂടെ സംഭരിച്ചു വയ്ക്കാൻ ധാന്യപ്പുരകൾ പൊളിച്ചു പണിയുകയാണ്. അതല്ലാതെ അവിടെ കൃഷി ചെയ്യാൻ പ്രാപ്തിയില്ലാത്ത മനുഷ്യരുണ്ട്, കിടപ്പ് രോഗികളുണ്ട്, തീരാവ്യാധികളുള്ളവരുണ്ട്, അവർക്ക് കുടുംബങ്ങളുണ്ട്. എന്നാൽ അവർക്കെല്ലാം വീതിച്ചു കൊടുത്തേക്കാം. ദൈവപിതാവ് എനിക്ക് ധാരാളം സമ്പത്ത് തന്നിരിക്കുന്നു, ധാരാളം വിളവ് തന്നിരിക്കുന്നു, നമുക്ക് എല്ലാവർക്കും കൂടെ ഇത് പങ്കിട്ടെടുക്കാമെന്ന് പറയുകയല്ലായിരുന്നു. മറിച്ച് തനിക്ക് വേണ്ടി, തനിക്ക് തിന്നുകുളിച്ച് ഉന്മത്തനാകാനായിട്ട് അത് മുഴുവൻ സംഭരിച്ചു വെക്കാനുള്ള പദ്ധതികളാണ് അയാൾ ഇട്ടത്. അതുകൊണ്ടാണ് അയാൾ എന്തോരു മണ്ടനാണ് എന്ന് സുവിശേഷം വിശേഷിപ്പിക്കുന്നു. മൂഢനായ ധനികൻ. പ്രിയപ്പെട്ടവരെ, സ്വർഗരാജ്യത്തിൽ പോകാത്ത ധനികൻ പങ്കുവയ്ക്കാത്തവനാണ്. ധനം അതിൽ തന്നെ കുഴപ്പം പിടിച്ച കാര്യമല്ല. അത് ദൈവാനുഗ്രഹമായിട്ട് കരുതുന്നതിന് തെറ്റില്ല. കാരണം അധ്വാനിക്കുന്നവന് സമൃദ്ധി ഉണ്ടാകും, അലസന് സമൃദ്ധി ഉണ്ടാവില്ല. അധ്വാനിക്കുന്ന എല്ലാവർക്കും സമ്പത്ത് ഉണ്ടാവും. ഏതെങ്കിലുമൊക്കെ തരത്തിൽ സമ്പത്ത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് അതിൽ തന്നെ കുഴപ്പം പിടിച്ച കാര്യമില്ല. പക്ഷെ ഉള്ളത് പങ്കുവയ്ക്കാതെ ജീവിക്കുന്നത് അതാണ്. അതുകൊണ്ടാണ് ക്രൈസ്തവ സന്ദേശം പ്രഘോഷിക്കപ്പെട്ടിടത്തെല്ലാം നമ്മൾ ഈ പങ്കുവയ്പ്പിന്റെ ആത്മീയത ജീവിച്ചിട്ടുണ്ട്. നമ്മളെപ്പോഴും എന്തേലും സമ്പത്താണ് നിങ്ങൾ ഓരോരുത്തരും പങ്കുവയ്ക്കുന്നത് ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി. നമുക്കിപ്പോ വെള്ളപ്പൊക്കം ഉണ്ടായി, ഒത്തിരി കുടുംബങ്ങൾ വെള്ളത്തിലാകുന്നു. നമ്മുടെ അതിരൂപത കുടുംബം മുഴുവൻ കൂടെ പങ്കുവയ്ക്കുകയാണ്. നമുക്കുള്ളത് അവർക്കായിട്ട് നമ്മൾ ഏതെങ്കിലുമൊക്കെ തരത്തിൽ നൽകാനായിട്ട് ആരംഭിക്കുകയാണ്. അതുപോലെ നമ്മുടെ ഇടവകയിൽ ഒരാൾക്ക് വീടില്ല, പലപ്പോഴും നമ്മളെല്ലാവരും കൂടി അവർക്ക് വീട് പണിത് കൊടുക്കാറുണ്ട്. രോഗികളായ സഹോദരങ്ങളെ സഹായിക്കാൻ നമ്മൾ മുന്നിട്ടിറങ്ങാറുണ്ട്. നമ്മൾ അറിയാതെ തന്നെ നമ്മൾ കുറെയൊക്കെ പങ്കുവയ്ക്കുന്നവരാണ്. ഇനി പണം കൊടുക്കാൻ പറ്റാത്തവര് അവരുടെ ആരോഗ്യം നൽകുന്നുണ്ട്.
അവരുടെ കഴിവുകൾ സമർപ്പിക്കുന്നുണ്ട്. അങ്ങനെ പങ്കുവയ്ക്കാനുള്ള നിരന്തരമായ ഒരു മനസ്സ്, അത് ഈ ക്രൈസ്തവമായ ആത്മീയതയുടെ ഫലമാണ്. ഫ്രാൻസിസ്കൻ ആത്മീയത അതിലും ഒരു ചുവട് കൂടി മുന്നോട്ട് പോവുകയാണ്. എന്താണത്? ഈ സമ്പത്തിനെ എല്ലാം ഉപേക്ഷിച്ച് പോവുകയാണ്. ഭൗതികമായ സമ്പത്തൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അതിനെയെല്ലാം ഉപേക്ഷിച്ച് ദാരിദ്ര്യത്തിന്റെ ഒരു ജീവിതം സ്വന്തമാക്കുകയാണ്. നിങ്ങൾക്കറിയാം, ദാരിദ്ര്യം അതിൽ തന്നെ ഒരു പുണ്യമാണെന്ന് പറഞ്ഞാൽ അത് എത്ര പേര് വിശ്വസിക്കും? ദാരിദ്ര്യം ഒരു പുണ്യമാണ്. നമ്മുടെ ഈ സിസ്റ്റേഴ്സ് എല്ലാം ദാരിദ്ര്യ വ്രതം എടുത്തവരാണ്. ദാരിദ്ര്യ വ്രതം എടുക്കുന്നവരെല്ലാം പട്ടിണി കിടക്കുക എന്നല്ല അതിന്റെ അർത്ഥം. ദാരിദ്ര്യ വ്രതം എടുക്കുന്നവര് സമ്പത്ത് സ്വന്തമായിട്ട് കരുതാതെ പങ്കുവയ്ക്കുന്നവരാണ് എന്നാണ് അതിന്റെ അർത്ഥം. നടപടി പുസ്തകത്തിൽ പറയുന്ന അവർ തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പങ്കുവെച്ച് ജീവിച്ചു എന്ന് പറയുന്ന ആ ഒരു ജീവിതം നമ്മളത് ഏറ്റവും കൃത്യമായിട്ട് കാണുന്നത് സന്യാസ സമൂഹങ്ങളിലാണ്. നമ്മുടെ സിസ്റ്റേഴ്സും സന്യാസ വൈദികരും ഒക്കെ അവര് ജോലി ചെയ്യുന്നുണ്ട്, അവര് സ്കൂളുകളിൽ പഠിപ്പിക്കുന്നുണ്ട്, അവര് പല മേഖലകളിൽ അധ്വാനിക്കുന്നുണ്ട്, അവർക്ക് ശമ്പളം കിട്ടുന്നുണ്ട്. പക്ഷെ അവരതൊന്നും സ്വന്തമായിട്ട് എടുക്കാതെ തങ്ങൾക്കുള്ളതെല്ലാം പൊതുവായിട്ട് കരുതി അവർ ജോലി ചെയ്യാൻ കഴിവില്ലാത്തവർക്കും ജോലി ചെയ്യാൻ കഴിവുള്ളവരും എല്ലാവരും ഒരുപോലെ ജീവിക്കുന്ന അവസ്ഥയാണ്. അത് ദാരിദ്ര്യ വ്രതമെടുത്ത് ജീവിക്കുന്നവരാണ്. ഫ്രാൻസിസ് തന്റെ ജീവിതത്തിൽ കുറെയൊക്കെ ദരിദ്രനായിട്ട് തന്നെ ജീവിക്കാൻ ആഗ്രഹിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അൽഫോൻസാമയും ആ ദാരിദ്ര്യത്തിന്റെ ആത്മീയതയാണ് തിരഞ്ഞെടുത്തത്. ഫ്രാൻസിസിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഒരു നാട്ടിലെ സമ്പന്നനായ പട്ടു വ്യാപാരിയുടെ മകനായിരുന്നു അദ്ദേഹം. ഇഷ്ടംപോലെ പണം ഉണ്ടായിരുന്നു. മകനെ കടയേൽപ്പിച്ചിട്ട് അപ്പൻ എന്നൊക്കെ പോയോ തിരിച്ചു വരുമ്പോ അപ്പന് നഷ്ടമാണ്. കാരണം അയാൾ കടയിലെ പട്ടൊക്കെ എടുത്ത് എല്ലാവർക്കും കൊടുക്കും, അല്ലെങ്കിൽ ആ മേശയിലെ പണം എല്ലാവരും എല്ലാവർക്കും കൊടുക്കും. അവസാനം മകനെ കടയിൽ ഇരുത്താൻ പറ്റാത്ത അവസ്ഥയായി അപ്പൻ. അങ്ങനെ സുഖങ്ങളുടെ ലോകത്ത് ജീവിച്ചിരുന്ന ഈ ചെറുപ്പക്കാരൻ ഒരു ദിവസം തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാൻ പരിശുദ്ധാത്മാവ് പ്രേരിതനായി ഒരു തീരുമാനമെടുക്കുകയാണ്. തനിക്ക് അപ്പൻ തന്നതെല്ലാം ഊരി, വസ്ത്രങ്ങൾ മുഴുവൻ ഊരി അപ്പന്റെ മുമ്പിൽ വെച്ച് പൂർണ്ണ നഗ്നനായി നിന്നു എന്നാണ് ഫ്രാൻസിസിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ ആരാണ് എല്ലാം കൂടി അവിടെ ഉണ്ടായിരുന്ന ഒന്ന് രണ്ട് ചാക്കെല്ലാം കൂടെ എടുത്ത് ഫ്രാൻസിസിനെ ഒളിപ്പിച്ചു. പിന്നീട് ചാക്ക് വസ്ത്രം ധരിച്ചുകൊണ്ടാണ് ഫ്രാൻസിസ് ജീവിക്കുന്നത്. ഒരു വലിയ തീക്ഷ്ണമായ ദാരിദ്ര്യത്തിന്റെ ജീവിതമാണത്. ലോകത്തിന്റെ സുഖങ്ങൾ ഒന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിതം. നല്ല രുചിയുള്ള ഭക്ഷണം കൊടുത്താൽ അതിനകത്ത് ചാരം വാരി ഇട്ടിട്ട് അതിന്റെ രുചിയെല്ലാം കളഞ്ഞിട്ട് കഴിക്കുമായിരുന്നു ഫ്രാൻസിസ് പുണ്യാണ്. നമ്മൾ പറയാതെ മണ്ടത്തരം. ചാരം തിന്നണമെന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് തിന്നാൻ പോലെ. ഇതെന്തിനാണ് ഇതെടുത്ത് ഭക്ഷണത്തിനകത്ത് കിളക്കി അത് ഉള്ള ടേസ്റ്റ് കളയുന്നു? രുചിയായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഇനി ചാരം തിന്നണമെന്ന് നിർബന്ധമുണ്ട്. അതൊരു പ്ലേറ്റായിട്ട് കഴിച്ചു, അത്ര അതാണ് നമ്മുടെ പ്രായോഗിക ബുദ്ധി. പക്ഷെ ഫ്രാൻസിസ് ഈ ഇന്ദ്രിയങ്ങൾക്ക് സുഖകരമായതിനെല്ലാം അദ്ദേഹം ത്യജിക്കുകയാണ്. വലിയ ഒരു യുദ്ധം ലോകത്തിന്റെ സുഖങ്ങളോട് അദ്ദേഹം നടത്തുകയാണ്. അങ്ങനെ ഒരു സവിശേഷമായ ഒരു ആത്മീയത അദ്ദേഹത്തിന്റെ കൂടെ കൂടാൻ ഇഷ്ടംപോലെ ചെറുപ്പക്കാരുണ്ടായി. കാരണം ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ജീവിതമാണ്. ലോകത്തിന്റെ സുഖങ്ങളോട് സന്ധി ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വെല്ലുവിളിയെല്ലാം അകന്നു പോവുകയാണ്. വെല്ലുവിളിയില്ലാത്ത ജീവിതമാണ്. ഇന്നും അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ അതിദാരിദ്ര്യത്തിൽ കഴിയാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാര് അവരുടെ എണ്ണം കൂടുകയാണ് എന്നാണ് പറയുന്നത്. കടുത്ത വ്രതങ്ങൾ എടുക്കുന്ന സന്യാസ സമൂഹങ്ങളിൽ ചേരാൻ ചെറുപ്പക്കാർ ഇങ്ങനെ ക്യൂതിക്കുകയാണ് എന്ന് പറയുന്നത്. എനിക്ക് തന്നെ ഒരു സന്യാസ സമൂഹത്തെ പരിചയമുണ്ട്. ഒത്തിരി ചെറുപ്പക്കാര് നല്ല ദാരിദ്ര്യം ജീവിക്കുന്ന ഒരു സമൂഹം. കാരണം അത് ലോകത്തിന്റെ ഒഴുക്കിനെതിരെയുള്ള ഒരു ഒഴുക്കാണത്. ഒഴുക്കിനെതിരെ നീന്തുകയാണത്. ലോകത്തിന്റെ സുഖങ്ങളുടെ ഒരു സംസ്കാരത്തിൽ പോകാതെ അതിനെതിരെ നിൽക്കുകയാണ്. ഒരു പുതിയ ഒരു സംസ്കാരം അവര് കാട്ടിക്കൊടുക്കുകയാണ്. നിങ്ങൾ ഈ പറയുന്ന സുഖങ്ങളും സൗകര്യങ്ങളും ഒന്നും ഇല്ലെങ്കിലും ജീവിക്കാനാവും. ഞാൻ കുറെ നാളുകൾക്ക് ഒറീസയിലെ ഒരു ഗ്രാമം സന്ദർശിക്കാനായിട്ടിടയായി. നമ്മുടെ അച്ഛന്മാർ ഇപ്പൊ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അവിടെ ചെന്നപ്പോൾ അവിടെ 100ഓളം കുടുംബങ്ങളുള്ള ഒരു വില്ലേജിൽ ഞാൻ എത്തി.
അപ്പോ ഞാൻ അവരോട് ചോദിച്ചു, അവരെന്താണ് ഭക്ഷിക്കുന്നത്? അവർക്ക് ചോറും ഉപ്പും മാത്രമാണ്. ചോറും ഉപ്പും കിട്ടിയാൽ, ഉപ്പ് ഒഴിച്ച് ചോറ് കിട്ടിയാൽ അത് തന്നെ വാരി തരുന്ന ആൾക്കാർ കേരളത്തിലുണ്ടോ എന്ന് എനിക്ക് സംശയം. നമ്മുടെ പിള്ളേർക്ക് പോലും ഇത് കൊടുത്താൽ അവരെന്നാണ്, അവർക്കത് കിട്ടിയാൽ അവർ വളരെ സംതൃപ്തരാണ്, അവർ വളരെ ഹാപ്പിയാണ്. അവരുടെ മുഖത്തൊന്നും ഒരു സങ്കടവും ഞാൻ കണ്ടില്ല. ഞാൻ ചെന്നത് പ്രമാണിച്ച് അവർക്കെല്ലാം ശകലം ചിക്കനും കൂടെ കൊടുത്തു. അത് ഭയങ്കര സന്തോഷമായത്. അവർ ഭക്ഷണം കഴിച്ച ഉടനെ അവരെല്ലാവരും കൂടെ വന്ന് വട്ടത്തിൽ നിന്ന് ഡാൻസോട് ഡാൻസാണ്. നമ്മളെ കൂടെ കൈ പിടിച്ച് അതിനകത്ത് കയറ്റി എല്ലാവരും കൂടെ ഡാൻസ് കളിക്കും. വലിയ സന്തോഷമുള്ള ഒരു സംഭവമാണ്. ഞാൻ തിരിച്ചു പോരുമ്പോൾ എന്റെ മനസ്സിൽ തോന്നിയത്, ഇവര് നമ്മളെയൊക്കെ പരിഹസിക്കുകയാണ്. നിങ്ങൾക്ക് ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടായിട്ട് നിങ്ങൾക്ക് സങ്കടമാണ്, നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഭക്ഷണം ഉണ്ടായിട്ട് നിങ്ങൾക്ക് ഇപ്പോഴും ദുഃഖമാണ്. ഞങ്ങൾക്കില്ലാത്ത ഒത്തിരി സൗകര്യങ്ങൾ നിങ്ങൾക്കുണ്ട്, നിങ്ങൾക്ക് വണ്ടിയുണ്ട്, നിങ്ങൾക്ക് സുഖ സൗകര്യങ്ങളുണ്ട്, എന്നിട്ട് നിങ്ങളുടെ മുഖത്ത് ഇത്രയും സന്തോഷമില്ലെന്ന് പറഞ്ഞ് അവര് നമ്മളെ പരിഹസിക്കുന്നത് പോലെ എനിക്ക് തോന്നി. നമ്മുടെ കോവിഡ് കാലത്തും നമ്മളെ ദൈവം പഠിപ്പിച്ച ഒരു പാഠമല്ലേ, ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന കിറ്റ് കൊണ്ട് ഒരാഴ്ചയൊക്കെ കഴിയാമെന്ന് നമ്മൾ പഠിച്ചു, നമ്മൾ മര്യാദയ്ക്ക് പഠിച്ചു. അത് കഴിഞ്ഞപ്പോൾ അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ തിരിച്ചുപോയി. എന്നാലും അന്നത്തെ കാലത്ത് എത്ര ലളിതമായിരുന്നു നമ്മുടെ ജീവിതം. അപ്പൊ നമുക്ക് ഈ ഒരു കാഴ്ചപ്പാടുകളിലെ നമ്മുടെ ലോകത്തിന്റെ സുഖങ്ങളോടുള്ള വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് രൂപീകരിക്കാൻ സാധിക്കുക. അതാണ് ഈ ഫ്രാൻസിസ്കൻ ആത്മീയതയുടെ ഒക്കെ അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത്. അത് തന്നെയായിരുന്നു അൽഫോൻസാമയുടെ ജീവിതത്തിലും നമുക്ക് കാണാൻ സാധിക്കുക. നമ്മുടെ ഇപ്പോഴത്തെ ഒക്കെ തലമുറയ്ക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കുമോ എന്ന് നമ്മൾ ചിലപ്പോൾ അത്ഭുതപ്പെടും. ഞാൻ കുറെ വർഷങ്ങൾക്ക് മുമ്പ് 2011 വരെ 7 വർഷം ഇറ്റലിയിൽ റോമിൽ പഠിക്കാനായിട്ടിടയായി. അവിടുത്തെ വില്ലേജുകളിലെ പള്ളികളിലൊക്കെ ഞങ്ങൾ ശുശ്രൂഷ ചെയ്യാനായിട്ട് പോയിട്ടുണ്ട്. അവധിക്കാലങ്ങളിൽ, ക്രിസ്മസ് കാലങ്ങളിലൊക്കെ അവിടെ എല്ലാം ചെറുപ്പക്കാരുടെ സംഘങ്ങളെ കാണാൻ സാധിച്ചു. അവിടെയൊക്കെ ഫ്രാൻസിസ്കൻ മൂവ്മെന്റ്, ചെറുപ്പക്കാരുടെ ഫ്രാൻസിസ്കൻ ശൈലിയിലുള്ള ജീവിതം, അവിടെ ഫ്രാൻസിസ്കൻ ശൈലി സ്വീകരിച്ച ഒത്തിരി ചെറുപ്പക്കാര് അവിടെയുണ്ട്. ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർ ഇന്ന് പങ്കെടുക്കുന്നത് ഫ്രാൻസിസ്കൻ മൂവ്മെന്റുകളിലാണ്. കാരണം അവർക്ക് അത് ആത്മീയതയുടെ ഒരു അനുഭവമായിട്ട് മാറുന്നു എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ അൽഫോൻസാമയുടെ ജീവിതത്തെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ, അൽഫോൻസാമ ദാരിദ്ര്യത്തെ പുൽകിയ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ, ക്ലാര പുണ്യവതിയൊക്കെ ദാരിദ്ര്യത്തെ പുൽകി ജീവിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമ്മുടെ ലോകത്തിന് പുതിയ ഒരു വഴി അവർ കാട്ടിത്തരികയാണ്. നിങ്ങളീ പറയുന്ന സുഖങ്ങളും സൗകര്യങ്ങളും ഇല്ലാതെ ഈ ലോകത്ത് ജീവിക്കാൻ സാധിക്കുമെന്ന്, നിങ്ങൾ ഈ ലോകത്ത് പലതും ഉപേക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ നിത്യജീവൻ അവകാശമാക്കാൻ സാധിക്കുമെന്നൊക്കെയുള്ള വലിയൊരു പാഠം നമുക്ക് ഒരു കാട്ടിത്തരികയാണ്. ഈ ലോക ജീവിതം സുഖകരമാക്കാനല്ല നമ്മൾ പരിശ്രമിക്കേണ്ടത്, നിത്യജീവൻ നേടാനാണ്. ഈ ലോക ജീവിതത്തിന് അപ്പുറത്തുള്ള ജീവിതം സുഖകരമാക്കണമെങ്കിൽ, സ്വർഗത്തിലെ നമ്മുടെ ജീവിതം സുഖകരമാക്കണമെങ്കിൽ, ഈ ലോകത്തിൽ ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും വേദനകളും ഒക്കെ ജീവിതത്തിന്റെ ഭാഗമായി സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകണമെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന വിശുദ്ധരാണ് ഇവരെല്ലാം. അതുകൊണ്ട് ആ വിശുദ്ധിയുടെ മാതൃകകൾ സ്വീകരിച്ചുകൊണ്ട് ആ ആത്മീയതയെ പുൽകുവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാനും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.